എന്താടാ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഓ, മഹി പോയത് കൊണ്ടാണോ? അവൻ വേഗം ഇങ്ങോട്ട് വരുമല്ലോ, പിന്നെന്താ? ആനന്ദ് തനിച്ചിരിക്കുന്നത് കണ്ട് അങ്ങോട്ടേക്ക് വന്നാണ് വാസുദേവൻ ചോദിച്ചത്. ഏയ്, അതൊന്നുമല്ലടാ. മഹി വിളിച്ചിരുന്നു. അവൻ വേഗം തിരികെ വരാമെന്ന് പറഞ്ഞു. ഞാൻ ആലോചിക്കുന്നത് മറ്റൊന്നുമല്ല, കണ്ണനെ കുറിച്ചായിരുന്നു. രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണോ? അതിനെന്താ, ഇപ്പോൾ ഒരു പേപ്പറിൽ അവർ രണ്ടാളും സൈൻ ചെയ്യുന്നു, അത്ര തന്നെയല്ലേ ഉള്ളൂ. അവരിവിടേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ കൺമുൻപിൽ വെച്ച് നമ്മുടെ പെൺമക്കളുടെ കഴുത്തിൽ അവർ രണ്ടാളും താലി ചാർത്തും. നമ്മൾ രണ്ടാളും അത് കണ്ണിറയെ കാണും. നമ്മുടെ മക്കളെ പൊന്നുപോലെ നോക്കുന്ന കണ്ണനും മനുവിനും കൈപിടിച്ചു കൊടുക്കുകയും ചെയ്യും. അതിന് നീ ഇത്ര ചിന്തിക്കാൻ എന്തിരിക്കുന്നു? വേണമെങ്കിൽ മനുവും കാർത്തുവും കൂടി സൈൻ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഇനി വന്നിട്ട് താലികെട്ട് മാത്രം നോക്കിയാൽ മതിയല്ലോ. വസു, അതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഇവിടുന്ന് കുട്ടികൾ പുറപ്പെടും മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണൻ എന്നോട് അവിടെ എത്തിക്കഴിയുമ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ടി വരുമെന്ന്. അങ്ങനെ വേണ്ടി വന്ന ആദിയോടൊന്ന് സംസാരിക്കണമെന്നും പറഞ്ഞു. പക്ഷേ കാരണം എന്താണെന്ന് പറഞ്ഞില്ല. ആദിയുടെ നല്ലതിന് വേണ്ടിയാണെന്ന് മാത്രം പറഞ്ഞിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഇവിടെ വന്നിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. അതിനെന്താ, അവിടെ പിന്നീട് പറയട്ടെ, അതല്ലേ നല്ലത്. വന്നു കഴിഞ്ഞ് സമാധാനമായി എല്ലാവർക്കും ഒപ്പം ഇരുന്ന് സംസാരിക്കാലോ. അതൊന്നും എനിക്ക് പ്രശ്നമല്ല വസു. എൻ്റെ മനസ്സിലെ പേടി മറ്റൊന്നാണ്. എന്താണത്? നീ പറഞ്ഞാലല്ലേ എനിക്കറിയാൻ പറ്റൂ. വെറുതെ ഇങ്ങനെ മനസ്സിലിട്ട് ആലോചിച്ച് വിഷമിക്കാതെ കാര്യം പറ. എൻ്റെ മകളെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നത് സ്വന്തം ചോര തന്നെയാവരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ആനന്ദ് മുഖം കൈകൾ കൊണ്ടൊന്ന് തുടച്ചു. എന്താ ആനന്ദ് നീ പറഞ്ഞു വരുന്നത്? ആരെയാണ് നീ ഉദ്ദേശിക്കുന്നത്? നിനക്കറിയില്ലേ ആരാവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ളത്, കണ്ണുനീർ കുടിപ്പിച്ചിട്ടുള്ളത്? മോഹനേട്ടനെയും ഭാഗ്യേട്ടത്തെയുമാണോ നീ ഉദ്ദേശിക്കുന്നത്? ആനന്ദ് മറുപടി പറയാതെ എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു. വാസുദേവൻ ആനന്ദിനെ നോക്കിയൊന്ന് നിശ്വസിച്ചു. അതെ വാസു, കൂടപ്പിറപ്പുകൾ തന്നെയാണ് പിന്നിൽ നിന്ന് കുത്തുന്നതെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഇത്രയും വർഷങ്ങൾ നമ്മളെ വെറുതെ വിട്ടത് എന്തെങ്കിലും മുച്ചോട് മുടിപ്പിക്കാൻ തന്നെയാവും. എല്ലാം നിന്റെ തോന്നലാവുള്ളൂ. ഒരിക്കലും അവർ നമ്മളോട് അങ്ങനെയൊന്നും ചെയ്യില്ല. അതിന് മാത്രം എന്ത് തെറ്റാണ് അവരോട് നമ്മൾ ചെയ്തത്? ഉപദ്രവിക്കണമെങ്കിൽ തന്നെ അതിനൊരു കാരണം ഉണ്ടാവണമല്ലോ. നിനക്കായി വെച്ച് നീട്ടിയ സ്വത്തുക്കൾ പോലും ഉപേക്ഷിച്ചല്ലേ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെന്താ? എൻ്റെ മനസ്സിൽ തോന്നുന്നത് വൈരാഗ്യമൊക്കെ മറന്നവർ നമ്മളോടിപ്പോൾ സ്നേഹത്തിലാവും. ചിലപ്പോൾ നമ്മളൊന്ന് തിരികെ ചെല്ലാനായി കാത്തിരിക്കുന്നുണ്ടാവും. ഇല്ല, ഒരിക്കലും അങ്ങനെയാവില്ല. ദുഷ്ടക്കൂട്ടങ്ങളാണ് സ്വത്തിനും പണത്തിനും വേണ്ടി കൊല്ലാൻ പോലും മടിക്കില്ല. അതൊക്കെ പണ്ടത്തെ കാര്യങ്ങളല്ലേ. എല്ലാ സ്വത്തും ഉപേക്ഷിച്ച് വന്ന നിന്നെയും കൂടെ ഞങ്ങളെയും ഒരു കാര്യമില്ലാതെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഉപദ്രവിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കില്ല. അല്ലെങ്കിലും നമ്മളെയും നമ്മുടെ മക്കളെയും നശിപ്പിച്ചിട്ട് അവർക്ക് എന്താണ് കിട്ടാനുള്ളത്? എല്ലാം നിന്റെ തോന്നലാണ് ആനന്ദ്. അല്ല, ഒന്നും എൻ്റെ തോന്നലല്ല. നീ പറഞ്ഞില്ലേ സ്വത്തും പണവും ഉപേക്ഷിച്ചു വന്നു എന്ന്. ശരിയാണ്, ഞാൻ അതൊക്കെ ഉപേക്ഷിച്ചു, ഇറങ്ങി പുറപ്പെട്ടത് തന്നെയാണ്. പക്ഷേ എന്താടാ പറ? മറുപടി പറയാതെ ആനന്ദ് ധൃതിയിൽ മുറിയിലേക്ക് പോകുന്നത് കണ്ട് വാസുദേവന് വെപ്രാളത്തോടെ അയാൾക്ക് പുറകെ പോയി. അപ്പം കണ്ണ, നിനക്കറിയാമായിരുന്നല്ലേ നമ്മൾ ഇങ്ങോട്ടേക്ക് പോരുമ്പോൾ അവർ കണ്ടുപിടിക്കുമെന്ന്? അങ്ങനെ ചോദിച്ചാൽ ഇല്ലടാ. മനു അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നതായി ഞാൻ ചിന്തിച്ചിരുന്നു എന്ന് മാത്രം. ആരും മേജറായിട്ടുണ്ടെന്നറിഞ്ഞത് മുതൽ അവൾക്ക് പുറകിൽ ശത്രുത ഒളിഞ്ഞും തെളിഞ്ഞും അപകടവുമായി പതുങ്ങിയിരിപ്പുണ്ട്. മൈനറായിരിക്കുമ്പോഴേ ആരുവിനെന്തെങ്കിലും സംഭവിച്ച സ്വത്ത് വകകൾ ഗവൺമെൻറ്റിലേക്ക് ചേരും. പക്ഷേ മേജറായതിനു ശേഷമാണ് അവൾ ഇല്ലാതാവുന്നതെങ്കിൽ സ്വത്തുക്കൾ അടുത്ത അവകാശികൾക്ക് ലഭിക്കും. അവരുടെ പ്ലാൻ പ്രകാരം ആദിരുദ്രയെ ഇല്ലാതാക്കിയ നിലവിലെ ഭവിഷ് ഡ്രീംസ് എന്ന സാമ്രാജ്യം മഹാദേവൻ്റെ മൂത്ത മകനായ മനോഹർ മഹാദേവന് കൈക്കലാവും. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ മകനായ ഭവിഷ് മനോഹർ അത് ഭരിക്കാൻ പ്രത്യേകിച്ച് മറ്റൊരാളുടെയും സമ്മതം ആവശ്യമില്ല. കണ്ണേട്ടൻ പറഞ്ഞു വരുന്നത് ആദിയുടെ വല്യച്ഛൻ കൂടി. കാർത്തു പറഞ്ഞതൊന്ന് മുഴുമിപ്പിക്കാതെ ആദിയെ ചേർത്ത് പിടിച്ചു. അതേ കാർത്തു, ആരുവിൻ്റെ വല്യച്ഛൻ കൂടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത്. അവരുടെ പ്ലാൻ വിജയിക്കാതെ പോയത് ഇടയിലെപ്പോഴോ ഞാൻ കയറി വന്നതുകൊണ്ടാണ്. ആരുവിൻ്റെ വിവാഹം കഴിയുന്നതോടുകൂടി അവൾക്കെന്തെങ്കിലും സംഭവിച്ച സ്വത്തുക്കൾക്ക് അടുത്ത അവകാശി അവളുടെ ഭർത്താവായിരിക്കും. അങ്ങനെയൊരു സാധ്യത ഉള്ളിടത്തോളം ആരുവിനെ അവർ ഇനി തൊടില്ല. ആദിരുദ്ര ആനന്ദിനെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, പിന്നെയാണോ ആദിരുദ്ര കാശിനാഥിനെ? കാശി പറഞ്ഞുകൊണ്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ച് നെറുകയിൽ മുത്തി. എത്ര നേരമായി ഡാഡ്, ഞാൻ വെയിറ്റ് ചെയ്യുന്നു. കോള് വിളിച്ചിട്ട് ഔട്ട് ഓഫ് നെറ്റ്വർക്ക് എന്നും പറയുന്നു.
എന്തായി പോയിട്ട്? മഹിയങ്കിളിനെ കണ്ടോ? സംസാരിച്ചോ? അവർക്ക് ഇൻട്രസ്റ്റ് ആണോ? നോ പറയില്ലെന്നറിയാം, എങ്കിലും അത് ഡാഡ് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു സുഖമല്ലേ? പറ ഡാഡ്. ജയറാം വീട്ടിലേക്ക് എത്തിയ ഉടനെ വിവാഹകാര്യത്തിൽ മഹാദേവന്റെയും ലക്ഷ്മിയുടെയും പ്രതികരണം അറിയാനുള്ള വെപ്രാളത്തിൽ ചോദ്യങ്ങൾ നിർത്താതെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഗീതിക. എന്താ ഡാഡ്? സൈലന്റ് ആയിരിക്കാതെ കാര്യം പറയൂ പ്ലീസ് ഡാഡ്. കാര്യം അറിയുമ്പോൾ മകളുടെ റിയാക്ഷൻ എന്താവുമെന്നുള്ള ടെൻഷനിലാണ് ജയറാം. ഹേയ് ഡാഡ്, എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്? പറയ്, അവർക്ക് ഓക്കെ ആണല്ലോ. പിന്നെ നാദിൻ്റെ കാര്യമല്ലേ, അതെനിക്ക് വിട്ടേക്ക്, ഞാൻ ഓക്കെ ആക്കിക്കോളാം. മഹാദേവനോട് ലക്ഷ്മിയോട് ഞാൻ സംസാരിച്ചു, പക്ഷേ അവർക്ക് സമ്മതമല്ല. കേട്ടതിൻ്റെ ഷോക്കിലായിരുന്നു ഗീതു. മഹാദേവന് താല്പര്യമുണ്ടായില്ലെങ്കിലും ലക്ഷ്മി തന്നെ ഇഷ്ടമാണെന്ന് പറയുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ഡാഡ്? അതെ മോളെ, ഡാഡി പറഞ്ഞത് സത്യമാണ്. മഹാദേവനും ലക്ഷ്മിക്കും ഈ ഒരു ആലോചനയിൽ താല്പര്യമില്ലാത്തതുപോലെയാണ് സംസാരിച്ചത്. മാത്രമല്ല കാശിനാഥിൻ്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണെന്നാണ് അവർ പറഞ്ഞത്. എൻ്റെ മണ്ടത്തരത്തിന് ഞാൻ അവിടെ പറഞ്ഞത് നീയും കാശിനാഥും പ്രണയത്തിലാണെന്നായിരുന്നു. അതൊന്നുകൂടി പ്രശ്നമായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. മാരേജോ? അതെങ്ങനെ? ആരെയും അറിയിക്കാതെ ഒഫീഷ്യലി അനൗൺസ് ചെയ്യുകയാണോ? ഈ ബിസിനസ്മാൻ്റെ മാരേജ് ഡിസൈഡ് ചെയ്യുന്നത്? അതെങ്ങനെ പോസിബിൾ ആവും? മീഡിയയ്ക്ക് ഒരു ക്ലൂ പോലും കിട്ടിയില്ലേ ഇതുവരെ? ഇല്ലായിരിക്കാം, കാരണം മഹാദേവന്റെ സുഹൃത്തിൻ്റെ മകൾ എന്നാണ് പറഞ്ഞത്. ആതിരുദ്ര എന്തോ ആണ് പേര് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് അവർ ഇത് രഹസ്യമാക്കി വെച്ചിരിക്കുകയാവും. കല്യാണം ഉടനെ ഉണ്ടാവുമെന്നും റിസപ്ഷൻ എല്ലാവരെയും ക്ഷണിക്കാമെന്നുമാണ് പറഞ്ഞത്. അതിനർത്ഥം അവർ ഈ മാരേജ് ഇപ്പോൾ പുറത്തു പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ്. എന്തു തന്നെയായാലും എനിക്ക് നാദിനെ വേണം. ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ നാദിനെ മാത്രമായിരിക്കും വിവാഹം കഴിക്കുക. എനിക്കറിയാം മോളെ, എന്ത് ചെയ്തിട്ടായാലും മോൾക്ക് ഞാൻ കാശിനാഥിനെ നേടിത്തന്നിരിക്കും. അത് മതി ഡാഡ്. ആഗ്രഹിച്ചതൊക്കെ ഗീതിക റാം നേടിയിട്ടുണ്ട്. അത് കാശിനാഥിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാവും. ആദിരുദ്ര. ആദിയുടെ പേര് പറയുമ്പോൾ അവളുടെ ചുണ്ടിലൊരു പുച്ഛച്ചിരി ഉണ്ടായിരുന്നു. രജിസ്റ്റർ സൈൻ ചെയ്യും മുൻപേ കാശി ആദിയെ നോക്കി. അവിടെ നിറഞ്ഞ ചിരി കണ്ടവൻ നിറഞ്ഞ മനസ്സോടെ സൈൻ ചെയ്തു. ശേഷം ആദിയെ തന്നോട് ചേർത്ത് പിടിച്ചു. എന്തോന്നടേ ഇത്? വയസ്സായ അമ്മൂമ്മമാരെ പോലെ രണ്ടെണ്ണവും പുറകോട്ട് നീങ്ങുന്നില്ല, ചെവി പൊട്ടിക്കാതെ. കാശിയും ആദിയും സൈൻ ചെയ്തപ്പോൾ അടുത്തുനിന്ന് കുരവിടുന്ന പേരും പറഞ്ഞ് കുറുക്കൻ കൂവും പോലെ ഒച്ചയുണ്ടാക്കുന്ന മനുവിനെയും ജിത്തുവിനെയും സിദ്ധു പുറകിലേക്ക് നീക്കി നിർത്തി. അത് കണ്ടതും എല്ലാവരും ചിരിച്ചു. മനുവും ജിത്തുവും പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് സിദ്ധുവിനെ പുച്ഛിച്ചു. ചക്കിക്കൊത്ത ചങ്കരനെന്ന് കേട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഉണ്ടല്ലേ ഇവന്മാര് രണ്ടും. ഇവര് കുറച്ചു നേരത്തെ കണ്ടുമുട്ടേണ്ടതായിരുന്നു അല്ലേ കാശി? എങ്കിൽ കുറെ നാള് മുൻപ് രണ്ടിൻ്റെയും മണ്ടത്തരം സഹിക്കേണ്ടി വന്നേനെ. സിദ്ധുവിന് മറുപടി കൊടുത്തുകൊണ്ട് കാശി മനുവിനെ ഉള്ളി കണ്ണിട്ട് നോക്കി. മനുവിൻ്റെ മുഖത്ത് കാശി അരച്ച് കുടിക്കാനുള്ള ദേഷ്യം കണ്ടതും കാശി മൗനം പാലിച്ചു. അപ്പോൾ അങ്ങനെ ആദിയുടെ വിവാഹം കഴിഞ്ഞു അല്ലേ? ഇനി ആദിരുദ്ര കാശിനാഥാണ് അല്ലേ ആദി? ആദിയെ ചേർത്ത് പിടിച്ചു പറയുന്നതിനോടൊപ്പം കരഞ്ഞു പോയിരുന്നു കാർത്തു. അയ്യേ, കരയുവാണോ? എന്തിനു കരയണേ? ആദിയെ കെട്ടിപ്പിടിച്ച് കരയുന്ന കാത്തുവിനെ പുറത്ത് തലോടിക്കൊണ്ട് അച്ചു ചോദിച്ചത്. അതെന്താണെന്ന് വാച്ചു? നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോൾ കണ്ടെന്നിൻ്റെ ഈ മത്തങ്ങ തലയന ആങ്ങളെ നിന്ന് കരഞ്ഞില്ലേ? അതുപോലെ സന്തോഷവും സങ്കടവും ചേർന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ കാത്തുവും. അച്ചുവിൻ്റെ തോളിലൂടെ കൈയിട്ട് ജിത്തുവിനെ ഉള്ളി കണ്ടിട്ട് നോക്കി സിദ്ധു പറഞ്ഞപ്പോൾ ജിത്തു പുറകിൽ നിന്ന് പല്ല് അടിക്കുന്നുണ്ടായിരുന്നു. കാർത്തുവിൻ്റെ കരച്ചിലൊക്കെ മാറിയെങ്കിൽ ഇനി ആരോട്ടിന് ആനന്ദ കണ്ണീരിന് ഒരു ചാൻസ് കൊടുക്കാമോ? നിങ്ങൾ എന്തു കരുതി ഞങ്ങൾ മാത്രമാണെന്ന് രജിസ്റ്റർ ചെയ്യുന്നതെന്നോ? മനുവിൻ്റെയും കാർത്തുവിൻ്റെയും കാര്യം കൂടി ഓക്കെ ആക്കിയിട്ടുണ്ട് ഇവിടെ. മുഖമൊക്കെ തുടച്ച് വേഗം സൈൻ ചെയ്യും മക്കളെ. തൻ്റെ തോളിൽ കൈയിട്ട് മുൻപിലേക്ക് നിർത്തി കാശി അത് പറഞ്ഞപ്പോൾ വിശ്വാസം വരാതെ അവനെ തന്നെ നോക്കുകയായിരുന്നു മനു. കാർത്തുവിൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. എന്താടാ നീ എന്തൊക്കെയായി കാണിക്കുന്നേ? അലമാരയിൽ നിന്ന് തുണിയും പേപ്പറുകളും ഒക്കെ വലിച്ചു വാരിയിട്ട് ഭ്രാന്ത് പിടിച്ചതുപോലെ എന്തോ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ആനന്ദിനെ പിടിച്ചു കുലുക്കിക്കൊണ്ടാണ് വാസുദേവൻ ചോദിച്ചത്. ദാ കിട്ടി, ഇതൊന്ന് വായിച്ചു നോക്കിയേ നീ. വലിച്ചു വാരിയിട്ട പേപ്പറിനുള്ളിൽ നിന്ന് ഒരു ഇല്ലൻ്റെ കയ്യിലെടുത്ത് ആനന്ദ് വാസുദേവന് നേരെ നീട്ടി. നെറ്റിച്ചുളിച്ച് തന്നെ നോക്കുന്ന വാസുവിനെ ഗൗരവത്തോടെ നോക്കി ലെറ്റർ തുറന്ന് കാണിച്ചു ആനന്ദ്. ആനന്ദുവിന് നിനക്കുള്ളതൊക്കെ നിനക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും. സമയമാവുമ്പോൾ നിന്റെ മകളിലൂടെ എല്ലാം നിന്റെ കൈകളിൽ എത്തിയിരിക്കും എന്ന് നിന്റെ അച്ഛൻ മഹാദേവ നാരായണൻ. ലെറ്റർ വായിച്ചു കഴിഞ്ഞതും തളർച്ചയോടെ വാസുദേവൻ കട്ടിലേക്ക് ഇരുന്നു.
സ്നേഹത്തിൻ്റെ പുറത്ത് ചെയ്തതാവും, പക്ഷേ അതിൻ്റെ ഫലത്തിൽ നമുക്ക് ദോഷമായി ഭവിക്കും. വാസുദേവൻ പറഞ്ഞുകൊണ്ട് ആനന്ദിനെ നോക്കി. ഇതെനിക്ക് കിട്ടിയിട്ട് കുറേയേറെ നാളായി. അരുതെന്ന് പറയാൻ പലതവണ ഞാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ നേരിട്ട് ഏട്ടൻ്റെയും ചേച്ചിയുടെയും മുൻപിലേക്ക് എത്തിപ്പെടാൻ മനസ്സ് സമ്മതിച്ചില്ല എന്നുള്ളതാണ് ശരി. ഇങ്ങനൊരു പേടി എൻ്റെ മനസ്സിലുള്ളത് നിങ്ങളെല്ലാവരെയും അറിയിക്കാതിരിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിക്കുകയും ചെയ്തു. ഒരുപക്ഷെ അന്നേ ഞാനിത് നിന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും മാർഗം കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നിപ്പോൾ തോന്നുന്നു. ആനന്ദ് പറഞ്ഞുകൊണ്ട് മുഖം പൊത്തിയിരുന്നു. ഡാ ആനന്ദു, നീ വിഷമിക്കാതെ, ഒന്നും സംഭവിക്കില്ല. അച്ഛൻ ഇങ്ങനെ ഒരു ലെറ്റർ അയച്ചു എന്നല്ലാതെ പിന്നീട് അതേക്കുറിച്ച് അറിവൊന്നും തന്നെ ഉണ്ടായിട്ടില്ലല്ലോ. അതുമാത്രമല്ല, ഇങ്ങനെ ഒരു നീക്കം അച്ഛനിൽ നിന്നുണ്ടായാൽ തന്നെ അത് ഏട്ടൻ അറിയാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അച്ഛനൊരു കാര്യം തീരുമാനിച്ച അത് നടത്തിയിരിക്കും. എത്ര പ്രായമായാലും ഇന്നും കമ്പനിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും എഗ്രിമെൻറ്റ്സ് സൈൻ ചെയ്യുന്നതും അച്ഛൻ തന്നെയാണല്ലോ. മീഡിയകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. അങ്ങനെ നോക്കുമ്പോൾ സ്വത്ത് ആദിയുടെ പേരിലേക്കോ എൻ്റെ പേരിലേക്കോ മാറ്റണമെന്നുണ്ടെങ്കിൽ മഹാദേവൻ എന്ന ബിസിനസ്മാൻ അത് നിഷ്പ്രയാസം കഴിയും. ശരിയാണ് ആനന്ദു, പക്ഷേ അങ്ങനെ അച്ഛൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏട്ടനെയും ചേച്ചിയെയും പ്രകോപിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത്ര നല്ലതിനാവില്ല. അതൊന്നും തന്നെ നല്ലതിനാവില്ല എന്നുള്ള വസു ചിലപ്പോൾ നമ്മുടെയൊക്കെ നാശത്തിലേക്കാവും അതുകൊണ്ട് എത്തിക്കുന്നത്. കൊല്ലാനും മടിക്കാത്തവരാണ് എതിരെ നിൽക്കുന്നതെന്ന് എനിക്ക് പ്രത്യേകം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? എനിക്കുറപ്പാണ് കണ്ണൻ ആദിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവരുടെ വല്യച്ഛൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ്. അതെ, കണ്ണനുണ്ട് നമ്മുടെ കൂടെ. അവൻ നോക്കിക്കോളും ആദിയെ. എന്താണെങ്കിലും നമ്മൾ ഒരുമിച്ച് നേരിടും. മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും ഒരുമിച്ച് തന്നെ. വാസുദേവൻ പറഞ്ഞു നിർത്തിയപ്പോഴേക്കും ആനന്ദ് അയാളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. മനുവിനോട് ചേർന്ന് നിന്ന് രജിസ്റ്റർ സൈൻ ചെയ്യുമ്പോൾ വല്ലാത്ത ടെൻഷൻ തോന്നുന്നുണ്ടായിരുന്നു കാർത്തുവിന്. ആദ്യ അടുത്ത് തന്നെ തൻ്റെ കൈ പിടിച്ചു നിൽക്കുന്നതിന് ആശ്വാസമായിരുന്നു. എങ്കിലും മനുവിൻ്റെ നോട്ടം ഓരോ തവണ തന്നിലേക്ക് വന്ന് പതിക്കുന്നത് അടിവയറ്റിലെന്തോ കൊളുത്തി വലയ്ക്കും പോലെ പിഴഞ്ഞുപോയവൾ. ജിത്തു അടുത്തുനിന്ന് പാടുന്നത് കണ്ട് മനു അവൻ്റെ കാലിനിട്ടൊരു ചവിട്ട് കൊടുത്തതും പാടി വന്ന പാട്ടിൻ്റെ കൂടെ അയ്യോ എന്നുകൂടെ ആഡ് ചെയ്തവൻ. കിട്ടേണ്ടത് കിട്ടിയല്ലോ അല്ലേ, ഇനി അല്പം പുറകിലേക്ക് മാറി നിന്നോളൂ. സിദ്ധു പറഞ്ഞോണ്ട് ജിത്തുവിൻ്റെ തോളിൽ കൈയിട്ടു. ഇനി ജിത്തേട്ടന് കൂടി ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കണം അല്ലേ സിദ്ധുവേട്ടാ? അച്ചു സിദ്ധുവിനോട് ചോദിച്ചുകൊണ്ട് ജിത്തുവിനെ നോക്കി. അവിടെ നാണം വാരി വിതറുന്നത് കണ്ടവൾ പൊട്ടിച്ചിരിച്ചു. അച്ചുവിൻ്റെ ചിരി കണ്ടതും സിദ്ധുവിനും ജിത്തുവിനും കണ്ണു നിറഞ്ഞു. നല്ലൊരു ദിവസമായിട്ട് മുഴുവൻ സെൻഡിയാകുമോടാ, നീയൊക്കെ എന്തിനാ മോങ്ങുന്നേ? മനു രണ്ടുപേരെയും കളിയാക്കിക്കൊണ്ട് അച്ചുവിൻ്റെ കവളിൽ വാത്സല്യത്തോടെ തലോടി. 2 കല്യാണം നടന്ന വീടല്ലേ ഇത്, അതുകൊണ്ട് ഇന്ന് നമുക്കൊരു സദ്യ തന്നെ ഒരുക്കണം. പിള്ളച്ചേട്ടനും ആദിയും കാർത്തവും എൻ്റെ കൂടെയൊന്ന് കൂടിയാൽ മതി, ഓക്കെ ആണോ? അച്ചു ചോദിക്കുകയും മിച്ചൂട്ടൻ ഉറക്കമുണ്ടെന്ന് കരയുകയും ഒരുപോലെ ആയിരുന്നു. ആഹാ, ഇന്ന് അച്ചു സദ്യയൊക്കെ ഉണ്ടാക്കിയത് തന്നെ. ഓടിപ്പോയി കുഞ്ഞിനെ നോക്കിക്കേ, സദ്യയൊക്കെ ഞങ്ങൾ ശരിയാക്കാം. കാർത്തു പറഞ്ഞുകൊണ്ട് പിള്ളച്ചേട്ടൻ്റെയും ആദിയുടെയും കൈ പിടിച്ച് വലിച്ചു. ബാക്കിയുള്ളവരെല്ലാം അച്ചുവിൻ്റെ ഓട്ടവും കാർത്തുവിൻ്റെ ഡയലോഗും കേട്ട് ചിരിച്ചുകൊണ്ട് നിന്നു. നമുക്ക് മഹിയോടും സൂര്യനോടും പറഞ്ഞാലോ ഇതേക്കുറിച്ച്? ആരോടും പറയാതെ ഞാനിത് മൂടി വെച്ചത് കൊണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. എൻ്റെ ഈഗോ മാറ്റിവെച്ച് ഞാൻ നേരിട്ട് ചെന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമായിരുന്നു അല്ലേ വസു? ഞാൻ കാരണമാണ്, എല്ലാം എൻ്റെ തെറ്റാണ്. നീ വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് ഇരുന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക. ഞാൻ നോക്കിയിട്ട് ഇനി ഒരു വഴിയേ നമ്മുടെ മുൻപിലുള്ളൂ. എങ്ങനെയെങ്കിലും നിന്റെ അച്ഛനെ കോണ്ടാക്ട് ചെയ്യുക. നേരിട്ട് കാണാൻ കഴിയുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കാര്യങ്ങൾ ഫോണിലൂടെ പറയുക. സ്വത്തുക്കൾ എന്തെങ്കിലും ആദിമോളുടെ പേരിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഏട്ടനും ചേച്ചിക്കും ഇഷ്ടമായിട്ടില്ല എങ്കിൽ മാറ്റി എഴുതാൻ പറയുക. ഡാ, അത് ഏതെങ്കിലും രീതിയിൽ ഏട്ടനറിയാൻ ഇടയായ? നീ നെഗറ്റീവായി ചിന്തിക്കാതെ, അങ്ങനെ ഉണ്ടാവില്ല. ഇനി അഥവാ അങ്ങനെ ഏട്ടൻ കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ പ്രശ്നം എന്താണ്? അവർക്കെതിരായി നമ്മളൊന്നും പറയുന്നും ചെയ്യുന്നുമില്ല. പിന്നെന്തിനാ പേടിക്കുന്നത്? നീ എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ. നിന്റെ കൂടെ അല്ലാതെ ഞാൻ എവിടെ പോവാനാടാ? ആനന്ദ് വാസുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് തൻ്റെ ഫോൺ എടുത്തു. മോനെ, ബഷി ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തു ഞാൻ, പക്ഷേ കണക്റ്റ് ആവുന്നില്ല. അവൻ നാട്ടിൽ തന്നെയല്ലേ ഉള്ളത്. വീട്ടിലൊന്ന് അന്വേഷിച്ച് നോക്കാൻ ഓഫീസിലെ ആരോടെങ്കിലും ഒന്ന് വിളിച്ചു പറയേ. അവൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണെന്ന് ഫോൺ കയ്യിലെടുത്തിട്ടില്ല. ഓഫീസിലും എത്തിയിട്ടില്ല. ഫ്രണ്ട്സിൻ്റെ കൂടെ എവിടെയെങ്കിലും പോയതാണോ എന്ന് ഒരു ഡൗട്ടുണ്ട്. അതല്ലാതെ മറ്റു വിവരങ്ങളൊന്നുമില്ല.
മറ്റ് ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുക. അവർ അന്വേഷിക്കട്ടെ. കാര്യങ്ങളൊക്കെ മാക്സിമം ലാഗ് അടിപ്പിക്കാതെ ഇരിക്കുന്നതാവും അങ്കിൾ ഉൾപ്പെടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും നല്ലത്. അത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ. ഭവിഷ് പറഞ്ഞുകൊണ്ട് തന്നെ ബഷയെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. അങ്കിൾ, ഒരു കാര്യം ഞാൻ പറയാം. രുദ്രയ്ക്കൊന്നും സംഭവിക്കാൻ പാടില്ല. അങ്കിളിൻ്റെ ഭാഗത്താണോ എൻ്റെ തന്തയുടെ ചാരനാണോ എന്നൊന്നും അറിയില്ല. ഇനി അഥവാ അങ്ങനെയാണെങ്കിലും വിളിച്ചു പറഞ്ഞേക്കണം. രുദ്രയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന നിമിഷം ഭവിഷ് ഡ്രീംസ് നിലം പരിശായിരിക്കുമെന്ന്. എൻ്റെ ലൈഫിൽ അവളേക്കാൾ വലുതല്ല എനിക്ക് മറ്റൊന്നും. ഇന്നവിടെ നടക്കുന്ന ഇല്ലീഗൽ ബിസിനസ്സുകളൊക്കെ എന്നേക്കാൾ നന്നായി അറിയാവുന്ന മറ്റാരും ഇല്ലെന്ന് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതും പറഞ്ഞ് എയർപോർട്ടിലേക്ക് നടന്നു പോകുന്ന ഭവിഷിനെ സന്തോഷ വെപ്രാളത്തോടെ നോക്കി നിന്നു.